കെപിസിസിയുടെ സ്ഥിരം അധ്യക്ഷനെ നിയമിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുന്നു. രമേശ് ചെന്നിത്തല ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പട്ടിക എഐ ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന് കൈമാറി. പുതിയ അധ്യക്ഷനെ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുമെന്ന സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തെ സ്വാധീനിക്കാനുള്ള നേതാക്കളുടെ ശ്രമങ്ങൾ ദില്ലിയിൽ സജീവമാണ്. എഐ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ മുതിർന്ന നേതാക്കൾ രംഗത്തുണ്ട്. നിയമസഭാ കക്ഷി നേതാവ് ഐ ഗ്രൂപ്പിൽ നിന്നും രമേശ് ചെന്നിത്തല ആയതിനാൽ കെപിസിസി അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന് വേണമെന്നാണ് ആവശ്യം. ഇരു ഗ്രൂപ്പുകളും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പേരുകളടങ്ങിയ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറി. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കണ്ട് പുതിയ അധ്യക്ഷ സ്ഥാനം 2 ദിവസത്തിനുള്ളിൽ ഹൈക്കമാൻഡ് കെപിസിസി അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. അതേസമയം കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന കേരള നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത രമേശ് ചെന്നിത്തല ഇന്ന് ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. അണ്ടർ 17 ലോകകപ്പിനുള്ള കൊച്ചിയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും മെയ് 15-നകം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം നിർമ്മാണത്തിൽ കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ അതൃപ്തി അറിയിച്ചു. ലോകകപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗശേഷമായിരുന്നു ഇരുവരുടെയും പ്രതികരണം. അണ്ടർ 17 ലോകകപ്പ് ഫുട്ബോൾ വേദികളിലൊന്നായ കലൂർ സ്റ്റേഡിയവും 4 പരിശീലന ഗ്രൗണ്ടുകളും സന്ദർശിച്ച ശേഷമാണ് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. സമയബന്ധിതമായി എല്ലാ നിർമ്മാണങ്ങളും പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ പിന്തുണയും കേന്ദ്രം ഇവിടുത്തെ പരിപാടിക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ 15-ാം തീയതിക്കുള്ളിൽ കാര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ്. ആ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായി കാര്യങ്ങൾ പോകുമെന്നാണ് തോന്നുന്നത്. ഫൈനലടക്കമുള്ള കാര്യങ്ങൾ ചിന്തിക്കാം, ആലോചിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. നിർമ്മാണത്തിലെ കാലതാമസത്തിൽ ആശങ്കയറിയിച്ച കേന്ദ്രമന്ത്രി കോഴിക്കോട് നാഷണൽ അക്കാദമി ഓഫ് സ്പോർട്സ് സ്ഥാപിക്കുന്നതിനും തലശ്ശേരിയിൽ ബ്രണ്ണൻ കോളേജ് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിൽ വികസിപ്പിക്കുന്നതിനുമുള്ള സഹായം നൽകുന്നത് പരിഗണിക്കുമെന്ന് അറിയിച്ചു. Preparations are going very slow, so we have to make up to 15th May. They promised me to prepare everything, and we discussed other issues also, and I hope with the help of the state government, definitely we will organize a very good FIFA World Cup under 17 here. He requested me for the final or semi-finals in Keralite. We definitely consider this also. ഒക്ടോബറിലാണ് ജൂനിയർ ലോകകപ്പ് മത്സരം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദില്ലിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ ഒത്താശയോടെ അനധികൃത ഭൂമി ഇടപാടുകൾ നടക്കുന്നു എന്ന ആരോപണവുമായി മലയാളി കോളേജ് അധ്യാപകൻ നടത്തുന്ന നിരാഹാര സമരം 25 ദിവസം പിന്നിട്ടു. ജോലി ചെയ്യുന്ന കോളേജിന്റെ സ്ഥലത്ത് കയ്യേറ്റം നടന്നതിന്റെ തെളിവുകൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് അധ്യാപകനായ ജോഷിൽ കെ എബ്രഹാം പറഞ്ഞു. മൂന്നാറിൽ ഭൂമി കയ്യേറ്റത്തിനെതിരെ സമരം നടത്തുന്ന കേരളത്തിലെ ആം ആദ്മി നേതാവ് CR നീലകണ്ഠൻ ദില്ലിയിലെത്തി സ്വന്തം പാർട്ടി നേതാക്കൾക്കെതിരെ സമരം നടത്തണമെന്നും അധ്യാപകൻ ആവശ്യപ്പെട്ടു. ജോഷിൽ കെ എബ്രഹാം ജോലി ചെയ്യുന്ന 2007 ആരംഭിച്ച GB പന്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് GB പന്ത് പോളിടെക്നിക് കോളേജിന്റെ പഴയ ഹോസ്റ്റലിൽ. ഇവിടെ സർക്കാരിന് 65 ഏക്കർ സ്ഥലമുണ്ടായിട്ടും കോളേജിന് കെട്ടിടമോ സ്ഥലമോ അനുവദിച്ചില്ല. പിന്നീട് ആരംഭിച്ച സ്വകാര്യ സർക്കാർ സംരംഭമായ ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഇതേ സ്ഥലത്ത് 25 ഏക്കർ സ്ഥലം അനുവദിച്ചു. 25 ഏക്കറിന് പകരം 65 ഏക്കർ സ്ഥലവും ഇവർ പ്ലാനിൽ ഉൾപ്പെടുത്തി. പരാതിയെ തുടർന്ന് PWD സർവേ നടത്തിയപ്പോൾ 65 ഏക്കർ വേണ്ടയിടത്ത് ഉള്ളത് 48.75 ഏക്കർ സ്ഥലം മാത്രം. ബാക്കി വരുന്ന കോടിക്കണക്കിന് രൂപ വില വരുന്ന ദില്ലി നഗരഹൃദയ ഭാഗത്തെ 17 ഏക്കർ സർക്കാർ സ്ഥലം കയ്യേറിയിരിക്കുന്നു. മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അഴിമതി വിരുദ്ധ സെല്ലിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്നാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ക്യാമ്പസ് വേണമെന്നും ഭൂമി ഇടപാടുകൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ജോഷിൽ കെ എബ്രഹാം നിരാഹാര സമരം തുടങ്ങിയത്. വിദ്യാർത്ഥികളുടെ പിന്തുണയോടെ നടക്കുന്ന സമരം നടപടിയുണ്ടാകും വരെ തുടരുമെന്ന് അധ്യാപകൻ പറഞ്ഞു. മൂന്നാറിൽ സമരം നടത്തുന്ന CR നീലകണ്ഠൻ ദില്ലിയിലെത്തി ഭൂമി കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്ന സ്വന്തം നേതാക്കൾക്കെതിരെ സമരം നടത്തണമെന്നും ജോഷിൽ കെ എബ്രഹാം ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടി ലീഡർ CR നീലകണ്ഠൻ saying that action should be taken on the land grabbing in Munnar. I would request him also to tell his colleagues in Delhi, they are in power in Delhi, so they should take action against the land grabbing in Delhi first and then go to Kerala and ask for. ഈ വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ മുഖാന്തരം ദില്ലി ഹൈക്കോടതിയിൽ നിയമ പോരാട്ടവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശുവണ്ടി വ്യവസായ മേഖലയിലെ മാറ്റത്തിന്റെ തുടർച്ച വിളംബരം ചെയ്തുകൊണ്ട് കാപെക്സിന്റെ ഫാക്ടറികളിൽ 519 പുതിയ തൊഴിലാളികൾക്ക് നിയമനം. പണിക്ക് കയറാനെത്തിയ പുതിയ തൊഴിലാളികൾക്ക് പൂക്കൾ നൽകി ചെയർമാൻ കല്ലായിൽ സുദേവൻ കൊല്ലം പെരുമ്പുഴ ഫാക്ടറിയിൽ തൊഴിലാളികളെ സ്വീകരിച്ചു. 3000-ഓളം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുക.
കാപെക്സിന്റെ 10 ഫാക്ടറികളിലെ ഷെല്ലിംഗ് വിഭാഗത്തിലാണ് തൊഴിലാളികൾക്ക് നിയമനം ലഭിച്ചത്. പീലിംഗ്, ട്രേഡിംഗ് വിഭാഗങ്ങളിലും പുതിയ തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്നുണ്ട്. 2006-2011 6500 തൊഴിലാളികൾ കാപെക്സിൽ പണിയെടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തൊഴിലാളികളുടെ എണ്ണം 3400 ചുരുങ്ങി. UDF സർക്കാരിന്റെ കാലത്ത് പുതിയ നിയമനങ്ങൾ നൽകിയില്ലെന്ന് മാത്രമല്ല, നിലവിലുള്ള തൊഴിലാളികൾ പട്ടിണിയിലാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് നാടൻ തോട്ടണ്ടി സംഭരിച്ച് കാപെക്സും കാഷ്യൂ കോർപ്പറേഷനും വെല്ലുവിളികളെ അതിജീവിച്ച് മികച്ച തൊഴിൽദാതാവായി മാറുന്നത്. പീലിംഗിലേക്ക് 300ഓളം തൊഴിലാളികളെ എടുക്കുന്നതിന് വേണ്ടിയാണ് കാപെക്സ് തീരുമാനിച്ചത്. LDF ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള നിലപാടിൻ്റെ ഭാഗമായി PCKയിൽ നിന്നും നാടൻ തോട്ടണ്ടി സംഭരിക്കാനും നാടൻ തോട്ടണ്ടി ഉപയോഗിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പുതിയ സംരംഭത്തിലേക്കാണ് കാപെക്സും കാഷ്യൂ കോർപ്പറേഷനും മുന്നോട്ട് വന്നിട്ടുള്ളത്. തുടർച്ചയായി 40 ദിവസത്തെ പണിക്കുള്ള തോട്ടണ്ടി കാപെക്സ് സംഭരിച്ചു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തോട്ടണ്ടി കൂടി ലഭിക്കുന്നതോടെ കൂടുതൽ തൊഴിൽ ദിനങ്ങളെന്ന നേട്ടമാണ് 2 പൊതുമേഖലാ സ്ഥാപനങ്ങളും ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മാതൃഭാഷയിൽ തന്നെ സ്കൂളുകളിൽ ഭാഷാ പഠനം തുടരാമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതോടെ ഇക്കാര്യത്തിലുണ്ടായ ആശങ്ക നീങ്ങി. നിക്ഷിപ്ത താൽപര്യക്കാർ ഭാഷാ ന്യൂനപക്ഷങ്ങളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ശ്രമം നടത്തുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. സ്കൂളുകളിൽ മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കി ഉത്തരവ് ഇറങ്ങിയ സാഹചര്യത്തിലാണ് ഭാഷാ ന്യൂനപക്ഷങ്ങളിൽ ആശങ്ക ഉയർന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുള്ള ജില്ലകളിലൊന്നാണ് കാസർഗോഡ്. കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കുകളിൽ കന്നഡ ഭാഷാ ന്യൂനപക്ഷക്കാർ ഏറെയുണ്ട്. ഇതോടൊപ്പം ഉറുദു പഠനമാധ്യമമായ സ്കൂളുകളും കാസർഗോഡ് ജില്ലയിലുണ്ട്. ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ തമിഴ് പഠനഭാഷയായ സ്കൂളുകളുമുണ്ട്. ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ടും സ്കൂളുകളിൽ മലയാള പഠനം നിർബന്ധമാക്കിക്കൊണ്ടും സർക്കാർ ഉത്തരവുണ്ടായതോടെയാണ് ഭാഷാ ന്യൂനപക്ഷങ്ങളിൽ അവ്യക്തതയും ആശങ്കയും ഉണർന്നത്. എന്നാൽ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കി. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരവരുടെ മാതൃഭാഷയിൽ തന്നെ സ്കൂൾ പഠനം തുടരാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അധ്യാപകർക്കായി വിദ്യാഭ്യാസ വകുപ്പ് അവധിക്കാലത്ത് നടത്തിയ ഇൻ സർവീസ് കോഴ്സ് പോലും കാസർഗോഡ് ജില്ലയിലെ കന്നഡ മാധ്യമമായ സ്കൂളുകളിലെ ഒരു വിഭാഗം അധ്യാപകർ ബഹിഷ്കരിക്കുകയുണ്ടായി. കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കുകളിൽ കന്നഡ, മലയാളം മാധ്യമ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളുടെ എണ്ണത്തിലെ വർധനവാണ് ഇതിനു കാരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊച്ചിയിൽ കണ്ടൽ ചെടികൾ വ്യാപകമായി വെട്ടി നശിപ്പിക്കുന്നു. പൊക്കാളിപ്പാടങ്ങളോട് ചേർന്ന തണ്ണീർത്തടങ്ങളിലെ മരങ്ങൾ മുറിച്ചുമാറ്റിയ ശേഷം മണ്ണിട്ട് നികത്താനുള്ള ശ്രമത്തിലാണ് ഭൂമാഫിയ. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കോട്ടുവള്ളി പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ നിന്നുമുള്ള കാഴ്ചയാണിത്. 8 ഏക്കറോളം വരുന്ന പ്രദേശത്തെ കണ്ടൽ ചെടികൾ നിർദാക്ഷിണ്യം മുറിച്ചു തള്ളിയിരിക്കുന്നു. 25 മുതൽ 30 വരെ പ്രായമുള്ളവയാണ് നശിപ്പിക്കപ്പെട്ടത്. ചെറിയ ഉപ്പട്ടി, വലിയ ഉപ്പട്ടി, ഭ്രാന്തൻ കണ്ടൽ, ചെറുകണ്ടൽ തുടങ്ങി വ്യത്യസ്ത ഇനങ്ങളാണ് യന്ത്രം ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. വലിയ മരങ്ങൾ ഉടൻ തന്നെ ഇവിടെ നിന്നും കടത്തുകയാണ്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ കളക്ടർക്കും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകർ. ഭൂമി നികത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ടൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് CPMൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഇവിടെ വ്യാപകമായി നടത്തുന്ന നിലനികത്തലിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തുടർച്ചയായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. കണ്ടൽ മരക്കൂട്ടത്തിനിടയിലെ ചെറു തണ്ണീർത്തടങ്ങളും ചതുപ്പു നിലങ്ങളും നികത്തിയ ശേഷം ഇവയെ ബന്ധിപ്പിക്കാനാണ് ഭൂമാഫിയ ശ്രമിക്കുന്നത്. ജൈവ പാരിസ്ഥിതിക പ്രാധാന്യം ഏറെയുള്ള കണ്ടലുകളാണ് ഈ വിധത്തിൽ നശിപ്പിച്ചിരിക്കുന്നത്. ഭൂമാഫിയയുടെ ഇത്തരം പ്രവർത്തകർക്ക് അറുതി ഉണ്ടായേ മതിയാകൂ. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. വരൾച്ച മുറിച്ചതോടെ ജലദൗർലഭ്യത്താൽ വലയുകയാണ് കർഷകരും. എന്നാൽ ജലസേചനത്തിനുള്ള ജലം പാഴാക്കാതെ എങ്ങനെ പുനരുപയോഗിക്കാം എന്ന ആശയം മുന്നോട്ട് വെച്ച് കർഷകർക്ക് പ്രതീക്ഷ നൽകുകയാണ് തിരുവനന്തപുരം നഗരസഭ. അതികഠിനമായ വരൾച്ചയിൽ ജലദൗർലഭ്യമാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. ജലാശയങ്ങൾ വറ്റിവരണ്ടതോടെ കർഷകരും ആത്മഹത്യയുടെ വക്കിലാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ കർഷകർക്ക് പുതുജീവൻ നൽകുന്ന ജലപുനരുപയോഗമാണ് തിരുവനന്തപുരം നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതെങ്ങനെ എന്നല്ലേ? മത്സ്യകൃഷി നടത്തുന്ന കുളമാണിത്.
ഈ കുളത്തിലെ വെള്ളം അടുത്തതായി താറാവുകളുടെ കൃഷിക്ക് ഉപയോഗിക്കുന്നു. തുടർന്ന് അവിടെ നിന്നും ഉപയോഗിച്ച് വെള്ളം കളയുന്നതിന് പകരം അത് നെൽകൃഷിക്കായി ഉപയോഗിക്കുന്നു. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജയശ്രീ: ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളം തന്നെ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട്, പരമാവധി എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ ഒരു മാതൃകയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. മറ്റേ വെറുതെ വെളിയിലേക്ക് കളയേണ്ടി വരുന്ന വെള്ളം നമ്മൾ ഈ ചെടിക്ക്, അതായത് നമ്മുടെ നെൽകൃഷിക്കാണെങ്കിലും ചെടികൾക്കാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു മോഡലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. കൃഷിക്കായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ദുരുപയോഗവും ഇത് തടയുന്നു. ഇത് നഗരസഭയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. എന്നാൽ ഇത് മാതൃകയാക്കിയാൽ വരൾച്ചയിൽ ജീവിതം വഴിമുട്ടിയ കർഷകന് അത് പ്രതീക്ഷയുടെ നാമ്പുകൂടിയാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട്. ഹൃദയാഘാതത്തെ തുടർന്ന് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി സിജു സുഗതൻ ചേരുന്നുണ്ട്. സിജു, എങ്ങനെയാണ് റിപ്പോർട്ടുകൾ? സൗമ്യ, ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ അതായത് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലാണെന്നും അതീവ ഗുരുതരാവസ്ഥയിലുമാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ തന്നെ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാൻ തന്നെ ഉണ്ട് എന്നതിന് തെളിവുകൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് അടക്കം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരുന്നില്ല. ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ അഡ്രസ് സംബന്ധിച്ച്, അതായത് കറാച്ചിയിലെ ക്ലിഫ്റ്റൺ റോഡിലെ അഡ്രസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെ അന്നൊരു ദേശീയ മാധ്യമം പുറത്തുവിട്ടിരുന്നു. അതായത് മുംബൈ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം വിവിധ രാജ്യങ്ങൾ, അതായത് പോർച്ചുഗൽ, അതോടൊപ്പം തന്നെ ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താമസമായ തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം വർഷങ്ങളായി ഇപ്പോൾ പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ദാവൂദ് ഇബ്രാഹിം സ്ഥിരമായി താമസിക്കുന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും പാകിസ്ഥാന് കൈമാറുകയും പാകിസ്ഥാനോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ സ്ഥിരീകരണം നൽകാനോ അല്ലെങ്കിൽ ദാവൂദ് പാകിസ്ഥാൻ തന്നെ ഉണ്ട് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ നിലപാട് ഒരിക്കലും പാകിസ്ഥാൻ കൈക്കൊണ്ടിരുന്നില്ല. മാത്രമല്ല, ഈ തെളിവുകൾ സംബന്ധിച്ച് രാജ്യം തന്നെ ഐക്യരാഷ്ട്രസഭയ്ക്കടക്കം തെളിവുകൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നില്ല. അക്കാര്യത്തിൽ ഒരു ഉറപ്പും അവരുടെ ഭാഗത്തു നിന്ന് വരികയുമുണ്ടായില്ല. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 61-കാരനായ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. D3 ബ്ലോക്ക് 14 ക്ലിഫ്റ്റൺ കറാച്ചി എന്നാണ് ദാവൂദിന്റെ വിലാസം എന്ന് നേരത്തെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ തന്നെ അതിസമ്പന്നർ താമസിക്കുന്ന മേഖലയാണ് ക്ലിഫ്റ്റൺ. അവിടെ തന്നെയാണ് ഏകദേശം 10 വർഷത്തിലധികമായി ദാവൂദ് താമസിച്ചു വരുന്നതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ഇക്കാര്യം, അതായത് ദാവൂദിന്റെ അനുയായി ഛോട്ടാ ഷക്കീൽ ഫോണിലൂടെ ഇക്കാര്യം നിഷേധിച്ചു എന്നാണ് വാർത്തയും പുറത്തു വരുന്നത്. ഏതായാലും മുംബൈയിലെ അതായത് ഏറെക്കുറെ 92-ലെ മുംബൈ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം രാജ്യം വിട്ട ദാവൂദ് ഇബ്രാഹിം ഇതുവരെ എവിടെയാണെന്നുള്ള സംബന്ധിച്ച വ്യക്തമായൊരു ധാരണകൾ ലഭിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി അതായത് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ സംഘടനയുടെ അറിവോടുകൂടിയതാണ്, പാകിസ്ഥാൻ സർക്കാരിന്റെ അറിവോടുകൂടി തന്നെയാണ് കറാച്ചിയിൽ സ്ഥിരതാമസമായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് പ്രമേഹബാധിതനായതിനെ തുടർന്ന് ഗാംഗ്രീൻ, അതായത് കാലിലെ ഞരമ്പുകളിലെ രക്തോട്ടം നിലച്ച് കാല് മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഹൃദയ അസുഖത്തെ തുടർന്ന്, അതായത് ഹൃദയം തകരാറായതിനെ തുടർന്ന് കറാച്ചിയിലെ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് പാകിസ്ഥാനോ അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ മാധ്യമങ്ങളിലോ അത്തരത്തിലുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. സൗമ്യ, സിജുവാണ് വിവരങ്ങൾ നൽകിയത്. പുനർജന ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകൻ ജോൺസ് കെ മംഗലം രചിച്ച ആരോഗ്യത്തിന് ഹാനികരം മലയാളിയുടെ ആസക്തികൾ എന്ന പുസ്തകം തൃശൂരിൽ പുറത്തിറക്കി. കൈരളി TV മാനേജിംഗ് ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേഷ്ടാവുമായ ജോൺ ബ്രിട്ടാസാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. കേരള സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ആസക്തികളെയും ലഹരികളെയും തുറന്നുകാട്ടുന്ന പുസ്തകം DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. കുടിയന്റെ കുംഭസാരം എന്ന ആത്മകഥാപരമായ കൃതിയിലൂടെ ശ്രദ്ധേയനായ ജോൺസ് കെ മംഗലത്തിന്റെ പുതിയ പുസ്തകമാണ് തൃശൂരിൽ പുറത്തിറക്കിയത്.
36 വയസ്സുവരെ ലഹരികൾക്ക് അടിമയായിരുന്ന ശേഷം ആസക്തികളിൽ നിന്ന് വിമുക്തി നേടിയ ജോൺസന്റെ മൂന്നാമത്തെ പുസ്തകമാണ് ആരോഗ്യത്തിന് ഹാനികരം മലയാളിയുടെ ആസക്തികൾ. കേരളീയരുടെ ജീവിതത്തിലെ ആസക്തികളെ തുറന്നു കാട്ടുന്ന പുസ്തകം കൈരളി TV മാനേജിംഗ് ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവുമായ ജോൺ ബ്രിട്ടാസ് ആണ് പ്രകാശനം ചെയ്തത്. നമുക്കൊക്കെ തിരിച്ചടിയേറ്റാൽ ആ തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു തെറ്റ് ഒരിക്കലും പുറത്തു പറയാതെ ജീവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മാഷ് ഏറ്റവും കൂടുതൽ കൈവശം വെച്ചിരിക്കുന്ന ശക്തി ആയുധം, വജ്രായുധം എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ്. തൃശൂർ കേരളവർമ്മ കോളേജിലെ ഫിലോസഫി വിഭാഗം തലവനും മദ്യാസക്തരുടെ രോഗവിമോചനത്തിനായി പ്രവർത്തിക്കുന്ന പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപകനുമാണ് ഗ്രന്ഥകർത്താവായ ജോൺസൺ കെ മംഗലം. DC ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ. ചടങ്ങിൽ ഡോക്ടർ ഭാനുമതി, ദീപ നിശാന്ത, മണിലാൽ, TS വസന്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലിന് കൊല്ലം ആയൂർ അബൂരി ഫെറോനകളുടെ നേതൃത്വത്തിൽ തെക്കൻ മേഖലയുടെ സ്വീകരണം നൽകി. തിരുവനന്തപുരം ലൂർദ് ഫെറോനയിൽ നടന്ന സ്വീകരണ ചടങ്ങ് ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. മേയർ VK പ്രശാന്ത്, ആർച്ച് ബിഷപ്പ്മാരായ മാർ ജോസഫ് പെരുന്തോട്ടം, മാർ ക്ലിമീസ് കാത്തോലിക്ക ബാവ, ഡോക്ടർ M സൂസപ്പാക്യം തുടങ്ങിയവർ പങ്കെടുത്തു.